പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ തൻ്റെ കൂട്ടുകാരിയിൽ നിന്ന് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ അഭിയാണ് എന്നും ആദർശേട്ടനല്ല എന്നും തൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടും തൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവരെ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിന്നതാണ്. അത് നിനക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നുള്ള ഒരു സത്യം നവ്യയോട് തുറന്ന് പറയുകയാണ്. ഇത് നമ്മുടെ നവ്യയ്ക്ക് വൻ ഷോക്കായിരിക്കുകയാണ്. ഇത്രയും എനിക്ക് വേണ്ടി എൻ്റെ അനിയത്തി ചെയ്തിട്ടും ഞാൻ അവളെ ദ്രോഹിച്ചിരിക്കുകയാണല്ലോ ചെയ്തത് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ മനസ്സിലോട്ട് വരികയാണ്. എന്നിട്ട് അബിക്ക് ഇതിനൊരു തക്ക മറുപടി കൊടുക്കാനും ആദ്യം കുറച്ച് സന്തോഷം നൽകിയിട്ട് ആ സന്തോഷം കെടുത്തുന്ന രീതിയിൽ ഇല്ലാതാക്കാനും വൻ പ്ലാനോട് കൂടിയിട്ടാണ് നവ്യ നടക്കുന്നത്. അങ്ങനെ ആകെ അഭിനയിച്ച് തിമിർക്കുകയാണ് ജലജയുടെയും അബിയുടെയും മുന്നിൽ. അങ്ങനെ അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിൽ അബിയെ മാനേജർ ആക്കണം എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ട് ജ്വല്ലറിക്കാരുമായിട്ട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ്. തൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചിട്ട് നിങ്ങൾ മകൾ ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലായിരിക്കും, എന്നാൽ നിങ്ങൾക്കൊരു ദുഃഖവാർത്ത ഞാൻ പറഞ്ഞു തരാം, അബി ജ്വല്ലറിൻ്റെ മാനേജർ ആവാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യയുടെ അച്ഛൻ നവ്യയെ ശപിക്കുകയും അവന് കൂട്ടു നിൽക്കുന്നവരൊക്കെ നശിച്ചു പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അച്ഛാ, നിങ്ങൾ ദേഷ്യപ്പെടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങളുടെ മരുമകനെ പറയുന്ന ആ നീചന് ഞാൻ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ ജ്വല്ലറിയിൽ അഭിയേയും കൂട്ടിയിട്ട് ആ ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ വൻ ആഘോഷമാക്കിയിട്ട് തന്നെ മാറ്റുന്നുണ്ട്. കാരണം നമ്മുടെ നാഗേന്ദ്രൻ്റെ മനസ്സിൽ തൻ്റെ മകനാണ്, പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് നവ്യയ്ക്ക് ഒന്നും അറിയുന്നില്ല. ഡേവിഡ് ആണെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും സൂചന പോലും കൊടുത്തിട്ടുമില്ല. പക്ഷേ അവർക്കിടയിൽ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട് എന്നും അവരെ അനന്തപുരിക്കാരെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നോക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അഭിയുമായിട്ട് എന്തോ ഒരു രഹസ്യം ഉണ്ട് എന്നും അതാണ് ഡേവിഡ് അന്ന് DNA ടെസ്റ്റൊക്കെ മാറ്റി മറിച്ചിട്ട് ആദർശ് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളത് വരുത്തി തീർക്കാൻ കാരണം. അഭിയുമായിട്ടുള്ളവരുടെ കണക്ഷൻ മനസ്സിലാക്കണം, അതിന് അഭി ഇവിടെ വന്നേ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മുടെ അഭിയെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ ജോയിൻ ചെയ്യുന്ന അഭിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ അച്ഛനാണ് ആ ഓഫീസിൻ്റെ മെയിൻ ആൾ എന്നും തൻ്റെ അച്ഛനാണ് തനിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അഭിയും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ നവ്യ അവിടെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഡേവിഡ് നാഗേന്ദ്രനെ ഫോൺ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, എടോ ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്, എൻ്റെ മകനെ എൻ്റെ സ്ഥാപനത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സമാധാനമായത്. ഇതുവരെ ആ അനന്തപുരിക്കാർക്ക് വേണ്ടിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയിൽ പട്ടിപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നല്ലോ, ഒരു വിലയും എൻ്റെ മകന് കൊടുത്തിട്ടില്ല, പക്ഷേ ഇനി ഞാൻ എൻ്റെ മകനെ ഉയരങ്ങളിൽ എത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തിരിച്ച് ഡേവിഡ് പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ സാറിൻ്റെ കൂടെ ഞാൻ എല്ലാത്തിനും കൂടെ നിന്നത്, സാറിൻ്റെ മകനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനന്തപുരിക്കാർക്കെതിരെ ഞാൻ ചെയ്യാൻ കൂട്ടുനിന്നത്. പിന്നെ അവിടെ സാർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ, ആ പകയാണല്ലോ സാറ് വീട്ടാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സാറിന് ഒരുപാട് സന്തോഷമായില്ലേ, മകന് ഇവിടെ എത്തിയല്ലോ, മകളും അരികിലുണ്ട്, ഇനി ഒന്നിച്ച് നിന്ന് നിങ്ങൾക്ക് ഭരിച്ചുകൂടെ, എല്ലാ സത്യവും നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞുകൂടെ, അഭിയുടെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലെന്നും അഭിയെ സപ്പോർട്ട് ചെയ്തത് അച്ഛനാണ് എന്നും അനന്തപുരിക്കാരെ വേരോടെ ഇല്ലാതാക്കിയത് തൻ്റെ അച്ഛനാണ് എന്നുള്ളതും അഭിയോട് തുറന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത് കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നവ്യ ഇത് അവർ കാണാതെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്. എന്ത് അച്ഛനെന്നോ, അഭിയുടെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലെന്നോ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരാളുണ്ട് എന്നുള്ളത് എനിക്ക് സംശയം തോന്നിയത് വെറുതെയല്ല, അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ അഭിയുടെ അച്ഛനാണല്ലോ, വെറുതെ അല്ല, അച്ഛനും മകനും ഒക്കെ കണക്കാണ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂട്ടുകാരി വഴി ആദർശേട്ടനെയോ അല്ലെങ്കിൽ നവീനെയോ ഒക്കെ അറിയിക്കണം, എന്നാലേ ഇതിന് പൂർണ്ണ ഒരു അടിത്തറ ഇളക്കാൻ പറ്റുകയുള്ളൂ. അവരിപ്പോൾ ഒന്നിച്ച് ഇതുവരെ അബി തൻ്റെ അച്ഛനാണ് ഇതിൻ്റെ ബാക്കിലെന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷെ അതറിയാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ എനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ, ഇതിനൊരു ആക്ഷൻ എടുത്തേ പറ്റൂ. നന്ദുവിനെയും ഇക്കാര്യത്തെക്കുറിച്ച് അറിയിക്കണം, പെട്ടെന്ന് തന്നെ ഇതൊരു തീരുമാനമാക്കണം, എന്നെ ചതിച്ചവനാണ്, നീചനാണ് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് നവ്യ.